ഈ നെയ്പത്തിരി ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നൈസ് പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന പച്ചരിപ്പൊടി ഉണ്ടല്ലോ, അതാണ്. പുഴുങ്ങലരി കൊണ്ട് ഉണ്ടാക്കുക, അതായത് ചോറ് വെക്കുന്ന അരി കൊണ്ട് ഉണ്ടാക്കുന്ന പൊടിയല്ല, പച്ചരി വൈറ്റ് റൈസ് കൊണ്ട് നൈസ് പത്തിരിക്കൊക്കെ വേണ്ടി ഉണ്ടാക്കുന്ന പൊടി. നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, പുറത്തുനിന്ന് ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് പത്തിരിപ്പൊടി എന്ന് കൊണ്ട് വാങ്ങിക്കുന്നുണ്ടല്ലോ, അതാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ 2 കപ്പ് പൊടി. ഈ നെയ്പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മുൻപ് പൊരിച്ച പത്തിരിയൊക്കെ ഉണ്ടാക്കിയ പോലെ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് പൊടിയിട്ട് വാട്ടി കുഴച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. പൊടിയിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് കുഴച്ചെടുക്കുന്ന കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് പൊടി മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ പൊടിയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്ത് പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് ഓയിൽ കുടിക്കുന്ന ഒരു പ്രശ്നമൊന്നും വരില്ല. പിന്നെ പൊരിച്ച പത്തിരിയുടെ രീതി എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. ഇതിപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു നെയ്പത്തിരിയാണിത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തന്നെ മതിയാവും 2 കപ്പ് പൊടി എടുക്കുന്ന സമയത്ത്. ഈ കപ്പിൽ തന്നെ ആട്ടോ 2 കപ്പ് പൊടി എടുത്തിട്ടുള്ളത്. 1 കപ്പ് 250 ml കപ്പാണ്. തേങ്ങ കൂടുതലുണ്ടായി ടേസ്റ്റ് കൂടുന്നു വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് തേങ്ങ എടുക്കണ്ട, കാരണം പത്തിരി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു 8-10 ചെറിയുള്ളി, 1 ടീസ്പൂണ് ചെറിയ ജീരകം, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കുക. അരച്ചെടുക്കണ്ട, ഒന്നങ്ങ് ചതച്ചെടുത്താൽ മാത്രം മതി. അത് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ കൂട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കൊന്നും വേണ്ട. ഇതിലേക്ക് ഡയറക്റ്റ് നമുക്കിനി വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അതായത് പൊടി എടുത്ത് വെച്ചിട്ട് ഗ്യാസിൽ വെള്ളം തിളച്ചിങ്ങനെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണം പൊടിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് വേണം മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് പ്രത്യേക കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പൊടി കുഴയ്ക്കുന്ന സമയത്താണ് ഈ ഒരു പത്തിരിക്ക് മിസ്റ്റേക്ക് സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ. അതായത് നല്ല തിളയ്ക്കാത്ത വെള്ളമാണ് എടുത്തത് എന്നുണ്ടെങ്കിൽ പൊടിക്കൊരു പച്ച രുചി വരും. ആ പത്തിരി ചുട്ടെടുക്കുമ്പോഴും ആ ഒരു രുചിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പൊടിയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതല്ല ആദ്യമേ തിളപ്പിച്ചൊക്കെ ഇത്തിരി ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പത്തിരി ഒരിക്കലും ശരിയാവില്ല. ഇവിടെ ഇപ്പോൾ കെറ്റിലാണ് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഒഴിക്കുന്ന സമയത്ത് തന്നെ പൊടിയുടെ എല്ലാ ഭാഗത്തേക്ക് വെള്ളം എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 2 കപ്പ് പൊടിക്ക് ഒരു 1.25 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ മുഴുവൻ വെള്ളവും ഒന്നിച്ച് ഒഴിക്കേണ്ട. 1.25 കപ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഓരോ പൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളം കൂടുതൽ കുറവൊക്കെ വേണ്ടി വരും. അപ്പോൾ ഏകദേശം ഒരു അളവാണ് 1.25 കപ്പ് എന്നുള്ളത്. നിങ്ങൾ ഒഴിച്ച് കുഴച്ച് നോക്കുന്ന സമയത്ത് വേണ്ടതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പത്തിരിക്ക് സാധാരണ കുഴക്കുന്നതിന് കുറച്ചുകൂടി ഒരു ലൂസ് വേണം. ഭയങ്കര ടൈറ്റായി കഴിഞ്ഞാൽ പത്തിരി നല്ല സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോൾ അത്രയ്ക്ക് സോഫ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരു അത്യാവശ്യം നനവോടുകൂടെ നല്ല മയത്തോടു കൂടെ കുഴച്ചെടുക്കാനായിട്ട് പറ്റണം. ഇപ്പോൾ വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ഈ ചൂടോട് കൂടി തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്തിരി കിട്ടുള്ളൂ. പൊടി കുഴച്ച് ഈ ഒരു രീതിയിലൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ കയ്യിൽ പൊടി ഒട്ടി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒട്ടി പിടിച്ച കൈ കൊണ്ട് തന്നെ പിന്നെയും കുഴച്ചാൽ നന്നായിട്ട് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് കൈ നന്നായിട്ടൊന്ന് കഴുകി തുടച്ചതിന് ശേഷം മാവ് കുഴച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഈ ഒരു രീതിയിൽ ഈ ഒരു ലൂസ് വേണം നമ്മുടെ മാവിന്. എന്നാൽ ഒരുപാട് ലൂസ് ആവുകയും ചെയ്യരുത്. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ പരത്തി ഫ്രൈ ചെയ്തെടുക്കാം. പരത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. നമ്മൾ സാധാരണ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് പൂരിയൊക്കെ പരത്തിയെടുക്കുന്നുണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് പരത്തിയെടുക്കുന്നത്. ഞാനിവിടെ ചപ്പാത്തി പ്രസ് എടുത്തിട്ടുണ്ട്. അതിൽ ചെറിയൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള മാവിൽ നിന്നും ഓരോ ചെറിയ ബോൾ എടുക്കുക. ഈ ഒരു വലിപ്പത്തിൽ, ഒരുപാട് വലുത് വേണ്ട. പിന്നെ പരത്തുന്ന സമയത്ത് ചെറിയൊരു മയം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി എണ്ണ കയ്യിലൊന്ന് തടവി കൊടുക്കുക, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് ഈ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് അങ്ങ് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പരത്തി പൂരിയുടെയൊക്കെ അത്രയ്ക്ക് തിന്നായി പോകരുത്, കട്ടി കുറഞ്ഞു പോകരുത്. എന്നാലും നമ്മൾ പൊരിച്ച പത്തിരിയൊക്കെ മുൻപ് ഉണ്ടാക്കി അത്ര കട്ടി കൂടാനും പാടില്ല. ഏകദേശം പത്തിരി പ്രസ് ചെറുതായിട്ടൊന്ന് അങ്ങ് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി. പൂരിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ ഒരുപാട് പ്രഷർ കൊടുത്ത് പരത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നങ്ങ് പ്രസ് ചെയ്തെടുത്താൽ തന്നെ ഈ ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ ഈ ഒരു കനത്തിലാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് കനം കുറഞ്ഞിട്ടുമല്ല, എന്നാൽ ഒരുപാട് കനം കൂട്ടിയിട്ടുമല്ല. എല്ലാ ഭാഗവും ഒരേ തിക്നെസ്സിലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ചില പ്രസ്സിൽ പരത്തുന്ന സമയത്ത് കുറച്ച് ഭാഗം കനം കൂടിയിട്ടും കുറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടാവരുത്. എല്ലാ ഭാഗവും ഇതേ രീതിയിൽ തന്നെ പരത്തിയെടുക്കണം.
പിന്നെ എല്ലാ പത്തിരിയും ഒന്നിച്ച് തന്നെ പരത്തി വെക്കണ്ട. ഒരു പത്തിരി പരത്തി എണ്ണയിലേക്ക് ഇട്ടുന്ന സമയത്ത് അത് ഫ്രൈ ആകുമ്പോൾ അടുത്തത് പരത്തിയാൽ മതി. ഞാനൊരു 2-3 ഇപ്പോൾ പരത്തി കാണിച്ചു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ചപ്പാത്തി പ്രസ് കയ്യിലില്ലാത്തവർക്കും ഇത് സുഖമായിട്ട് ഉണ്ടാക്കാം. ഇതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്തെടുത്താൽ മതി. ആദ്യത്തെ പ്രസ് ചെയ്യുമ്പോൾ കുറച്ചൊരു കട്ടി ഉണ്ടാവും. അപ്പോൾ നോക്കുന്ന സമയത്ത് ഇത്രയ്ക്ക് കട്ടി വേണ്ട, കാരണം നമ്മൾ ഇത്ര കട്ടി ആയി കഴിഞ്ഞാൽ നല്ല പൊങ്ങി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ പരത്തിയിട്ട് തിന്നാക്കിയെടുക്കാം. ഈസി ആയിട്ട് ഇതിലും നമുക്ക് പ്രസ് ഇല്ലാതെയും പരത്തിയെടുക്കാനായിട്ട് പറ്റും. എല്ലാം ആദ്യമേ ഒന്നിച്ച് പരത്തി വെച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഡ്രൈ ആയി പോവും. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. ഇനി ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ചൂടാക്കിയെടുക്കുക. എണ്ണ ചൂടാവേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നല്ലോണം ചൂടായിരിക്കണം. ഈ നെയ്പത്തിരി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്യരുത് ഒരു കാര്യം. പിന്നെ നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം മാത്രം വേണം പത്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എപ്പോഴും ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെക്കണം. എന്നാലേ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി കറക്റ്റായിട്ട് വരുള്ളൂ. അതല്ല ചെറിയ തീയിലാണെങ്കിൽ പൊങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മാവിൻ്റെ കുഴയൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. ഇങ്ങനെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു 3-4 സെക്കൻഡ് കൂടെ ഇതുപോലെ തന്നെ വെക്കണം. പെട്ടെന്ന് തന്നെ മറിച്ചിടണ്ട, കാരണം ചെറിയൊരു ചുവന്ന കളർ വരുന്ന സമയത്ത് മറിച്ചിട്ടാൽ മതി. ഇനി ഇത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പൊങ്ങി വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സ്പൂണ് വെച്ചിട്ട് ചെറുതായിട്ടൊന്നങ്ങ് നടുഭാഗം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പൊങ്ങി വന്നാൽ പിന്നെ പ്രസ് ചെയ്യേണ്ട, പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ മാത്രം. ഇപ്പോൾ ഒരു ഭാഗം കറക്റ്റായിട്ട് ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അടുത്ത ഭാഗത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കറക്റ്റ് ഫ്രൈ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റണം. ഒരു പത്തിരി ഫ്രൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് ഓയിൽ കുടിക്കുന്നൊരു പ്രശ്നമൊന്നും വരില്ല. നിങ്ങൾക്ക് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാകും. ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഉള്ള ഓയിൽ അങ്ങ് പോയി കിട്ടിക്കോളും. അപ്പോൾ ബാക്കിയുള്ള പത്തിരി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് ഫ്രൈ ചെയ്യാനിടുന്ന സമയത്ത് അടുത്തത് പരത്തി റെഡിയാക്കി എടുത്താൽ മതി. പിന്നെ ഈ ഒരു പത്തിരി എന്നിപ്പോൾ ഞാൻ നെയ്പത്തിരി വയനാട് സ്പെഷ്യൽ എന്ന് പറഞ്ഞല്ലോ. എന്താ വയനാട്ടിൽ മാത്രമായിരിക്കില്ല, വേറെ സ്ഥലങ്ങളിലും ഉണ്ടാക്കുന്നുണ്ടാവും കേട്ടോ. പക്ഷേ വയനാട്ടിൽ ഇത് ശരിക്കും നല്ല പോപ്പുലറാണ്. ഞങ്ങളുടെ ഭാഗത്തൊക്കെ നെയ്പത്തിരി എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാക്കുക. നമ്മൾ സാധാരണയായിട്ട് ചോറ് വെക്കുന്ന പുഴുങ്ങലരി വെള്ളത്തിൽ കുതിർത്ത് അരച്ചിട്ട് നെയ്പത്തിരി ഉണ്ടാക്കലുണ്ട്, നെയ്പത്തിൽ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുന്ന സമയത്തൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കടിയാണ് ഈ നെയ്പത്തിരി എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ള ഒരു 2 കപ്പ് അരിപ്പൊടി കൊണ്ട് ഒരു 15 നെയ്പത്തിരിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ ഒരു വലിപ്പത്തിലുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു നെയ്പത്തിരി എന്ന് പറയുമ്പോൾ ആ ഒരു പൊങ്ങി വന്നത് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ അതങ്ങ് താഴ്ന്നു പോകും. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ ചൂടോട് കൂടെ ഇത് കാസറോളിൽ നിന്നിട്ട് അടച്ച് വെക്കണ്ട. ചെറുതായിട്ടൊന്ന് ചൂട് ആറുന്ന സമയത്ത് കുറേ സമയം കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ കാസറോളിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ശരിക്കും കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ആ ജീരകത്തിൻ്റെയും ചെറിയുള്ളിയുടെയൊക്കെ ഫ്ലേവർ ശരിക്കും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ജീരകവും ചെറിയുള്ളിയൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ട കറികളുടെ കൂടെ ഈ ഒരു പത്തിരി സെർവ് ചെയ്യാം. ചിക്കൻ കറി, ബീഫ് കറിയൊക്കെ ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ നെയ്പത്തിരി എന്ന് പറയുമ്പം എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു മുട്ടക്കറി ഉണ്ട്. തേങ്ങ അരച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറി. ആ ഒരു വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം. അപ്പം ഈ ഒരു രീതിയിൽ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന നെയ്പത്തിരി നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്